എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ അവനാണെങ്കിൽ ആ മാധുര അറ്റാക്ക് ചെയ്യും. പക്ഷെ അടുത്ത സെക്കൻഡിൽ മാധുര അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. മാധുര ഒബീട്ടോട് പറയും, 8th ടൈലിന്റെയും 9th ടൈലിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബാക്കിയുള്ളവരുടെ കാര്യം നീ നോക്കാൻ പറഞ്ഞ് അവൻ മുൻപോട്ട് ഓടും. അത് കണ്ട് മൈഗൈ ആണെങ്കിൽ ഇപ്പൊ മാധുരയെ തടയാൻ അവന്റെ അടുത്തേക്ക് വരും. ഇവിടെ കാക്കാഷിക്കാണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ അത് തീരില്ല. ഒബീട്ടോ, നീ എങ്ങനെ ഈ മാധുരയുടെ അടുത്ത് ചെന്നുപെട്ടു? നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു ബോണ്ട് വന്നു? ഇവിടെ എന്താ നടക്കണേന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഒബീട്ടോയെ നോക്കി നിൽക്കും. അപ്പൊ ഒബീട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ 9 ടൈലിന്റെ ആ ഒരു റാംപേജ് ആ സമയത്തുണ്ടായ ചില കാര്യങ്ങൾ ആലോചിക്കും. 9 ടൈല് അതിന്റെ ഫുൾ പവറിൽ ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യുമ്പോ ഒബീട്ടോ അവൻ മിനട്ടോയെ നോക്കി നിന്നിരുന്നു. അപ്പൊ ഒബീട്ടോ അവൻ അവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അതായത് ചെറുപ്പത്തിലെ മിനട്ടോ കൊടുത്ത ആ ഒരു ബെൽമിഷൻ അതിനെക്കുറിച്ച് ആലോചിക്കും. മിനട്ടോ പറയും, നീ ഓൾറെഡി ലേറ്റ് ആണ്, ഇങ്ങനെ പോവാണെങ്കിൽ നിനക്കൊരു നല്ല ഷിനോബി ആവാൻ കഴിയില്ല. അതിന് ഒബീട്ടോ പറയും, ദയവ് ചെയ്ത് ഇപ്രാവശ്യത്തേക്ക് കൂടെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആക്ച്വലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, ഫ്യൂച്ചറിലെ ഒരു അടിപൊളി ഹൊക്കാഗ. അത് കേട്ട് മിനട്ടോ ചിരിക്കും. ഒബീട്ടോ, നീ ശരിക്കും എന്നെ പോലെ തന്നെയാണ്, നിന്നെ പോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ഞാനും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ മാധുര പാഞ്ഞടുത്ത് ഇപ്പൊ നറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ എല്ലാ അറ്റാക്കിൽ നിന്നും നമ്മുടെ നറൂട്ടോ അവൻ പുറത്തു വരും. അവൻ പറയും, ഞാൻ ഫ്യൂച്ചർ ഹൊക്കാഗയാണ്, 4th ഹൊക്കാഗ മിനട്ടോയുടെ ഒരേ ഒരു മകൻ. അതിന് മാധുര അവൻ പറയും, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ബോഡിയിലെ ആ 9 ടൈല് അതെന്റേതാണ്, അതിനൊരു കോട്ടവും തട്ടാതെ തിരികെ പിടിക്കാനാണ് ഞാൻ ഇത്ര സോഫ്റ്റ് ആയിട്ട് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നേ. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ 9 ടൈലിനെ അതിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും വലിയൊരു ബ്രഹ്മാണ്ഡ ജിപ്സു അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് മൈഗൈ ആണെങ്കിൽ മാധുരയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. മൈഗൈ പറയും, ഓ മൈ ഗോഡ്, ഇവൻ ആള് ചില്ലറക്കാരനല്ല, അവന്റെ പവറിന് മുൻപിൽ നമ്മളെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും പിടിച്ചു നിൽക്കാനാവില്ല. 8th ടൈൽ പറയും, ഒന്നും മിണ്ടാതിരിക്കെ, എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിച്ചേ പറ്റൂ. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ പറയും, ഇനി ഞാൻ ജീവനില്ലാത്ത ശരീരങ്ങളോട് ഫൈറ്റ് ചെയ്ത് തോൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാധുരയുടെ അടുത്തേക്ക് അങ്ങനെ ഓടിയെടുക്കും. പക്ഷെ അപ്പോഴേക്കും മാധുര അവന്റെ വുഡൻ ജിപ്സു അതുപയോഗിച്ച് കുട്ടപ്പനെയും അവന്റെ 9 ടൈലിനെ ലോക്ക് ചെയ്യും. 9 ടൈൽ ആണെങ്കിൽ ആ വുഡൻ പാർട്ട് കാട്ടിച്ച് പറിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന് യാതൊരു പോറൽ പോലും ഏൽക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ കാക്കാഷിയെ കാണിക്കും. കാക്കാഷി ഇപ്പോഴും ഒബീട്ടോയെ തന്നെ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. കാക്കാഷി വീണ്ടും ചോദിക്കും, നീ എങ്ങനെ മാധുരയുടെ അടുത്ത് ചെന്നുപെട്ടു? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബോണ്ട് ഉണ്ടായത്? സത്യം പറ, എന്താ നടക്കണേ? അതിനവൻ പറയും, ഇതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ കണ്ണ് ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഒരുപാട് ശുരീങ്കൻ കാക്കാഷിക്ക് നേരെ വലിച്ചെറിയും. അത് കണ്ട കാക്കാഷി അടുത്ത സെക്കൻഡില് മഡ്വാൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഒബീട്ടോയ്ക്കാണെങ്കിൽ ആ മഡ്വാളൊന്നും ഒന്നുമല്ല. അവൻ ആ മഡ്വാളും കടന്ന് പുറത്തേക്ക് വരും. ഒബീട്ടോ വലിയൊരു ശുരീങ്കനെടുത്ത് ഇപ്പൊ കാക്കാഷി ആഞ്ഞു വെട്ടും. കാക്കാഷി ആണെങ്കിൽ വീണ്ടും ചോദിക്കും, നീ എന്താ ചെയ്യണേ? നിനക്ക് എന്താ സംഭവിച്ചേ? അതിന് ഒബീട്ടോ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ കാക്കാഷി മാസ്റ്ററെ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് കാക്കാഷിയെ ഇപ്പൊ അവന്റെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കാക്കാഷി ഒരുപാട് അടി കിട്ടി ചോര തുളുമ്പി അങ്ങനെ വീണ് കിടക്കാണ്. അപ്പൊ കാക്കാഷി അവസാനമായി ഒബീട്ടോയുമായിട്ട് ഉണ്ടായിരുന്ന ആ നിമിഷങ്ങള് അത് മുഴുവനും ഇപ്പൊ ഓർത്തെടുക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് കാമുകി ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ പുറത്തേക്ക് വരാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ആ മാധുര അവനവന്റെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് 9 ടൈലിന്റെ പവർ അത് അബ്സോർബ് ചെയ്യാണ്. മൈഗൈ സെൻസായിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആളാകെ കൺഫ്യൂസ്ഡ് ആയി നോക്കി നിൽക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കാക്കാഷി അവൻ വീണ്ടും ഒബീട്ടോയുടെ ഇല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. കാക്കാഷി വീണ്ടും അതേ ചോദ്യം തന്നെ ഇപ്പൊ അവനോട് ചോദിക്കും, നിനക്ക് എന്താ സംഭവിച്ചേ? സ്വന്തം കോമറൻസിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന നീ എങ്ങനെ ഈ മാധുരയുടെ ടീമായി മാറി? പക്ഷെ അപ്പോഴും ഒബീട്ടോ അവനൊന്നും പറയില്ല. ആ ഒരു ഷൊരീങ്കിനെടുത്ത് ചാടി വീണ് കാക്കാഷിയുടെ ബോഡിയിൽ അച്ചറം പൊച്ചറം അത് വെച്ച് അറ്റാക്ക് ചെയ്യും. ഒബീട്ടോ പറയും, നിനക്കൊരു കാര്യം അറിയോ, നീ വെറും വേസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിനക്കിനി ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ല.
അതിന് കാക്കാഷി പറയും, അതെ, ഞാനൊരു വേസ്റ്റ് തന്നെയാണ്. നിനക്ക് തന്ന ആ ഒരു വാക്ക് എനിക്ക് പാലിക്കാനായില്ല. പക്ഷെ ഒരു കാര്യത്തില് എനിക്ക് സമാധാനമുണ്ട്. ലീഫ് വില്ലേജിലെ റിയൽ ഹീറോ അത് നീ തന്നെയാണ്. അത് കേട്ട് ഒബീട്ടോ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ നോർമലായി മാറും. മറ്റൊരു ഭാഗത്ത് ആ മാതുറ അവൻ 9 ടൈലിന് ശേഷം ഇപ്പൊ 8 ടൈലിനെയും അവന്റെ വുഡ്ജിപ്സു അതുപയോഗിച്ച് പിടിച്ചു വലിച്ച് അവനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നറൂട്ടോ അവനൊരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഒരു ക്ലൗണിനെ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം കുട്ടപ്പൻ ആദ്യം ഇപ്പൊ കാക്കാഷിയെ പ്രൊട്ടക്ട് ചെയ്യും. അതിനുശേഷം 8 ടൈലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു സുസാന അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കുട്ടപ്പന്റെ എനർജിയും അവന്റെ പവറും കണ്ട് ഇപ്പൊ മൈകയാണെങ്കില് ഭയങ്കര ഹാപ്പി ആവും. കാക്കാഷിക്കാണെങ്കില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ കുട്ടപ്പനോട് മാപ്പ് ചോദിക്കും. എന്നോട് നീ ക്ഷമിക്കണം. പണ്ട് ഒബീട്ടോ ആണ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നത്. തന്റെ കോമ്പറൻസിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാത്തവൻ വേസ്റ്റിനെ കഴിഞ്ഞും താഴെയാണ് അവന്റെ വിലയെന്ന്. എന്നെ കൊണ്ടിപ്പോ എന്റെ കൂടെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ നറൂട്ടോ, എന്റെ ശിഷ്യൻ, എന്റെ സ്റ്റുഡന്റ്, എന്റെ അസിസ്റ്റന്റ്, എന്റെ എല്ലാമായ നീയാണ് ഇപ്പൊ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനത് പറയുന്ന അതേ സമയത്ത് മാതുറ അവൻ അടുത്തൊരു സുസാനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും മൈഗെ അവന്റെ 7th ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് ആ ഒരു സുസാനെ തകർത്ത് കളയാ. 8th ടൈൽ ആണെങ്കിൽ ഇപ്പൊ മൈക്കയുടെ പവർ കണ്ട് ഷോക്കാവും. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി അവൻ ഒബീട്ടോട് പറയും, അന്ന് എനിക്ക് നിനക്ക് തന്ന വാക്ക് അത് പാലിക്കാനായില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ വാക്ക് പാലിക്കും. എന്റെ സ്റ്റുഡന്റ് നറൂട്ടോയെ അവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതേസമയം 8th ടൈല് അവൻ പറയും, ഈ ഒരു വുഡ്ജിപ്സുവിന്റെ പവർ അത് കുറഞ്ഞു വരുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതിപ്പോ ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ആ ഒരു വുഡ്ജിപ്സു അത് ബ്രേക്ക് ചെയ്യും. കട്ട് ചെയ്ത ഒബീട്ടോ അവനിപ്പോ കാക്കാഷിയോട് പറയും, ആ ഒരു ശരീരം കണ്ണ് അതിൽ നീ ഇപ്പോ മങ്കിക്കു ശരീരം കണ്ണ് ഓപ്പൺ ചെയ്യുമല്ലേ? ഒരുപാട് ട്രെയിനിങ് എടുത്ത് നീ ഉച്ചിഹയുടെ ഒപ്പം എത്തി. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും നീ ഒരു റിയൽ ഉച്ചിഹ അല്ല. എന്റെ പവറിനോടൊപ്പം നിനക്ക് നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു വുഡ്ജിപ്സു ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോയെ അങ്ങനെ പിടിച്ചു വലിക്കും. അതിനുശേഷം അവൻ കാക്കാഷി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട നറൂട്ടോ അവൻ ഒബീട്ടോയുടെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് ഒബീട്ടോ തെറിച്ചു പോവും. അപ്പോഴായിരിക്കും അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുക. ആ ഒരു 10th ടൈല് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബാരിയറിൽ ഇപ്പൊ ക്രാക്ക് വീണ് തുടങ്ങി. അത് കണ്ട 8th ടൈൽ ടെൻഷനാവും. അവൻ പറയും, എത്രയും പെട്ടെന്ന് ആ 10th ടൈലിനെ കൺട്രോൾ ചെയ്യണം. ഒബീട്ടോയുടെ കാര്യം അവർ നോക്കിക്കോളും. നമുക്ക് ഈ 10 ടൈലിനെ അതിനെ കൺട്രോൾ ചെയ്യാം. അത് പുറത്തേക്ക് വന്ന വലിയ അപകടമാണ്. അതേസമയം ഇവിടെ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോയോട് ആ 9 ടൈൽ പറയും, ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ പോവാണ്. എനിക്ക് ചില കാര്യങ്ങള് ചെയ്യാനുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാക്കാഷിയെ കാണിക്കും. മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്ററിന്റെ കണ്ണ് വെച്ച് ഒരുപാട് പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ തളർന്നിരിക്കുകയാണ്. ഉടനെ ആ 9 ടൈല് അവൻ കുട്ടപ്പനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ കാക്കാഷിക്ക് നേരെ കൈ നീട്ടും. കാക്കാഷി, ഇത് ഞാനാണ് 9 ടൈല്. കാക്കാഷി എന്റെ കയ്യിൽ പിടിക്ക്, നിനക്ക് എല്ലാം മനസ്സിലാവുന്നു പറയും. അടുത്ത സെക്കൻഡ് കാക്കാഷി അവന്റെ കയ്യിൽ പിടിക്കും. കാക്കാഷി അവന്റെ കയ്യിൽ പിടിക്കുമ്പോ തന്നെ എന്തോ ഇൻസിസ്റ്റ് അതങ്ങനെ പാസ് ചെയ്യും. അടുത്ത നിമിഷം 9 ടൈല് അവൻ കാക്കാഷിയെ തൂക്കിയെടുത്ത് ആ ഒബീട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. കാക്കാഷി ക്ലോസ് എത്തുമ്പോ ഇവിടെ ഒബീട്ടോ അവൻ വീണ്ടും അവന്റെ ജിപ്സ് ഉപയോഗിച്ച് കാക്കാഷിയെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. കുട്ടപ്പന് കാര്യം പിടികിട്ടും. നറൂട്ടോ അവന്റെ 9 ടൈൽ ഫയർ ജിപ്സ് വെച്ച് ഒബീട്ടോ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടപ്പൻ ഓരോ തവണ അവൻ അറ്റാക്ക് ചെയ്യുമ്പോഴും ടെലിപ്പോർട്ടേഷൻ ജിപ്സു അതുപയോഗിച്ചുകൊണ്ട് അവൻ രക്ഷപ്പെടുകയാണ്. പക്ഷെ എന്താ, അല്പം കഴിയുമ്പോഴേക്കും ഒരുപാട് വേദനയില് ഒബീട്ടോ താഴെ വീഴും. കാരണം കാക്കാഷി ഒബീട്ടോയുടെ ആ ഒരു ഡയമെൻഷന്റെ വീക്ക്നെസ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ആ വീക്ക്നെസ് കണ്ടുപിടിച്ചാണ് ഇപ്പൊ കാക്കാഷി ഒബീട്ടോയെ ലോക്ക് ചെയ്തിരിക്കുന്നത്. കാക്കാഷി ആ ഒരു ഡയമെൻഷനില് ഇപ്പൊ ഒബീട്ടോയെ അറഞ്ചം പൊറഞ്ചും തല്ലും. ഇവിടെ നറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഒബീട്ടോ അവൻ താഴെ വീണ് പൊളയാണ്. നറൂട്ടോ ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ, സത്യത്തിൽ എന്താ ഉണ്ടായേ? അപ്പോഴായിരിക്കും 9 ടൈൽ പറയാ, ഇത് ആക്ച്വലി കാക്കാഷി ചെയ്യുന്നതാണ്. എന്റെ പവർ ഞാൻ കാക്കാഷിക്ക് കൊടുത്തു. ആ പവർ ഉപയോഗിച്ച് മറ്റൊരു ഡയമെൻഷനിൽ കാക്കാഷി അവൻ ഒബീട്ടോയെ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവന്റെ കയ്യില് ആ കാമുകി ചിപ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് കഴിഞ്ഞ കാക്കാഷിക്ക് ആ ഒരു പവർ ഉപയോഗിച്ച് ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ കഴിയും. പുറത്തേക്ക് വന്ന കാക്കാഷി ഇപ്പൊ 9 ടൈലിന് താങ്ക്സ് പറയും. അപ്പൊ അതേ സമയത്ത് 9 ടൈലും 8 ടൈലും അവർ രണ്ടുപേരും ചേർന്ന് വലിയൊരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് ഉണ്ടാക്കുകയാണ്. ആ 10th ടൈലിനെ അതിനെ തകർക്കാൻ അവർ രണ്ടുപേരും കൂടെ ക്രിയേറ്റ് ചെയ്ത
ആ ഒരു വലിയ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അതാ 10th ടെയിലിനെ പോയി അങ്ങനെ ഹിറ്റ് ചെയ്യും. 10 ടെയിലിന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ആൾക്കാര് അങ്ങനെ ശ്വാസം വലിച്ചു വിടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഓൾറെഡി ആ ഒരു 10 ടെയില് അതതിന്റെ മുഴുവൻ ഫോർമേഷനിലും ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അത് വമ്പൻ പവറില് നമ്മുടെ ആൾക്കാരെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.